വിപണിയിൽ നിക്ഷേപ താൽപ്പര്യം തുടരുക തന്നെയാണ്. ഇന്നും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. നിക്ഷേപ സ്ഥാപനങ്ങൾ വളരെ അനുകൂലമായി വളരെ സജീവമായും വിപണിയിൽ ഇടപെടുന്നതാണ് ഇപ്പോഴത്തെ നേട്ടത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും ഒരുപോലെ വിപണിയിൽ അറ്റ നിക്ഷേപകരായി തുടരുന്നു. ആഗോള സാഹചര്യങ്ങളും തികച്ചും തൃപ്തികരം തന്നെയാണ്. മാത്രമല്ല, കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഏറെക്കുറെ അനുകൂലമായി തന്നെ തുടരുന്നതും വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ നിർണായകമായി പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന കമ്പനിയുടെ പ്രവർത്തന ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനുകൂല സാഹചര്യമാണ് വിപണി ഇപ്പോഴത്തെ ഈ നിക്ഷേപ താൽപ്പര്യത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം. റിലയൻസിൻ്റെ പ്രവർത്തന ഫലം വിപണി പ്രതീക്ഷയേക്കാട്ടിലും മെച്ചപ്പെട്ടതായത് കഴിഞ്ഞ 2 ദിവസത്തിനിടെ ഏതാണ്ട് 8% ഉയർച്ചയാണ് റിലയൻസ് ഓഹരിയിൽ ഉണ്ടായത്. വിപണിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു ഓഹരി എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ചും സൂചികകളിൽ ഒരു ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു ഓഹരി എന്ന നിലയ്ക്ക് ഈ ഒരു നേട്ടം സൂചിയിലും വളരെ അനുകൂലമായി പ്രതിഫലിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വളരെ ഉയർന്ന നിലവാരത്തിൽ അല്ലെങ്കിൽ വളരെ ഉയർന്ന തോതിൽ നിക്ഷേപം ഉണ്ടായിരുന്ന ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിൽ ഇന്നലെ ഒരു തിരുത്തലുണ്ടായെങ്കിൽ കൂടിയും റിലയൻസിൽ ഉണ്ടായിട്ടുള്ള ഒരു നേട്ടമാണ് ഇന്നലെ വിപണിയെ നേട്ടത്തിലെത്താൻ സഹായിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിലും വിപണിയിൽ നിക്ഷേപ താൽപ്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. സാങ്കേതികമായി മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് ഇനി 24,800 എന്നുള്ള നിലവാരമാണ് പ്രധാനം. ആ ഒരു നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുള്ളൂ. 24,800 ആയിരിക്കും ഏറ്റവും ഒരു പ്രതിരോധ നിലവാരമായി പ്രവർത്തിക്കുക. എന്തായാലും നിക്ഷേപ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ചും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും ഒരുപോലെ വിപണിയിൽ അനുകൂലമായി ഇടപെടുന്നത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും നിക്ഷേപ താൽപ്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്ന് എന്തായാലും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക.